2025 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ബാങ്കിംഗ്, ആധാർ, പെൻഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങൾ താഴെ കൊടുക്കുന്നു. ബാങ്കിംഗ് മാറ്റങ്ങൾ. നോമിനേഷൻ നിയമങ്ങൾ. ബാങ്ക് അക്കൗണ്ടുകൾ, ലോക്കറുകൾ, സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുള്ള സാധനങ്ങൾ എന്നിവയ്ക്ക് 4 പേരെ വരെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. നോമിനികളെ ഒരേ സമയം നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് ശേഷം അടുത്തയാൾ എന്ന രീതിയിൽ മുൻഗണനാക്രമത്തിൽ നിശ്ചയിക്കുകയോ ചെയ്യാം. SBI ക്രെഡിറ്റ് കാർഡ് നിരക്കുകൾ. തേർഡ് പാർട്ടി പേയ്മെന്റ് ആപ്പുകൾ വഴിയുള്ള 1000 രൂപയിൽ കൂടുതലുള്ള വിദ്യാഭ്യാസപരമായ ഇടപാടുകൾക്കും വാലറ്റ് ടോപ്പ് അപ്പുകൾക്കും 1% ഫീസ് ഈടാക്കും. ആധാർ മാറ്റങ്ങൾ. ഓൺലൈൻ അപ്ഡേറ്റ്. പേര്, വിലാസം, ജനനത്തീയതി, മൊബൈൽ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ സപ്പോർട്ടിംഗ് രേഖകളില്ലാതെ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാൻ UIDAI അനുവദിക്കും. ബയോമെട്രിക് അപ്ഡേറ്റ്. ഫിംഗർ പ്രിന്റ്, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആധാർ സെന്റർ സന്ദർശിക്കേണ്ടിവരും. അപ്ഡേറ്റ് ഫീസ്. ബയോമെട്രിക് ഇതര മാറ്റങ്ങൾക്ക് 75 രൂപയും ബയോമെട്രിക് മാറ്റങ്ങൾക്ക് 125 രൂപയുമായിരിക്കും ഫീസ്. പെൻഷൻ മാറ്റങ്ങൾ. ലൈഫ് സർട്ടിഫിക്കറ്റ്, ജീവൻ പ്രമാൺ. പെൻഷൻ മുടങ്ങാതിരിക്കാൻ വിരമിച്ച സർക്കാർ ജീവനക്കാർ നവംബർ 1 മുതൽ 30 വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് ജീവൻ പ്രമാൺ സമർപ്പിക്കണം. NPS-ൽ നിന്ന് UPS-ലേക്കുള്ള മാറ്റം. നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ NPS നിന്ന് യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് UPS മാറുന്നതിനുള്ള സമയപരിധി 2025 നവംബർ 30 വരെ നീട്ടിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക റെഗുലേറ്ററി ചട്ടക്കൂടിൽ പ്രധാനമായവയാണ്.